ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. സർവ്വ മക്കൾക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഭഗവത് കൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ നാരായണീയം ദശകം 71 കേശിവധവും വ്യോമാസുരവധവുമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അസുരനായ കേശി ഗന്ധർവൻ്റെ അതായത് കുതിരയുടെ രൂപമെടുത്ത് ഭഗവാനെ ഭയപ്പെടുത്തുന്നു. പാപിയായ ആ ദുഷ്ടൻ ഗന്ധർവ രൂപം ധരിച്ചവനാണെങ്കിലും കർണകഠോരമായ ശബ്ദത്തിൽ അമറിക്കൊണ്ടും ചുരമാന്തിയും ചാടിത്തകർത്തും അമ്പാടിയിലൊക്കെ ഓടി നടന്ന് ഭഗവാനെ കണ്ണനെ കണ്ടെത്തും വരെ മാലോകരെ ഭയപ്പെടുത്തിയും പശുക്കളെയൊക്കെ ഓടിച്ചും ഭയപ്പെടുത്തി അങ്ങനെയാണ് ഈ അസുരനായ കേശി ചാടിത്തകർത്ത് കഠോരമായ പ്രവൃത്തിയും ഭയാനകമായിട്ടാണ് അവിടെ എല്ലാവരെയും ഭയപ്പെടുത്തുന്നതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. നമുക്ക് 3-ാമത്തെ ശ്ലോകം വായിക്കാം. ഈ കുതിര കാണിക്കുന്നത് കേശി എന്ന് പറഞ്ഞ അസുരൻ. ശ്ലോകം 3. താർഷ്യാർപ്പിതാഘ്രേസ്തവ താർഷ്യയേഷ ശിക്ഷേവ വക്ഷോ ഭുവി നാമപാദം മൃഗോപദാഘാതകഥാം നിശമ്യ സ്വേനാപി ശക്യം തദീവ മോഹാൽ. താർഷ്യാർപ്പിതാഘ്രേസ്തവ താർഷ്യയേഷ ചിക്ഷേവ വക്ഷോ ഭുവി നാമപാദം മൃഗോപദാഘാതകഥാം നിശമ്യ സ്വേനാപി ശക്യം തത് ഇതീവ മോഹാൽ. അങ്ങനെ ഭയപ്പെടുത്തുന്ന ഈ കുതിര, ഈ കേശി എന്ന് പറഞ്ഞ കുതിര, അസുരനായ കുതിര താർഷ്യൻ ഗരുഡ വാഹനനായ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വക്ഷസ്സിൽ ചവിട്ടാൻ കാലെറിഞ്ഞു. ഈ അഹങ്കാരിയായ ഈ കുതിര അസുരൻ ഭഗവാന്റെ നെഞ്ചിൽ ചവിട്ടാൻ കാലെറിഞ്ഞു. ഭൃഗുമഹർഷി ഒരിക്കൽ ഭഗവാന്റെ മാറിൽ ചവിട്ടിയ കഥ അറിഞ്ഞുകൊണ്ടാവാം തനിക്കും അതിന് കഴിയും എന്ന് മോഹിച്ചാകാം അങ്ങനെ ചെയ്തത്. ഭൃഗുമഹർഷി ചവിട്ടാനുള്ള കഥ കാരണം ഒരിക്കൽ മഹർഷിമാരെല്ലാം കൂടി ഒന്നിച്ച് ത്രിമൂർത്തികളിൽ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ അങ്ങനെയുള്ള 3 മൂർത്തികളിൽ ആർക്കാണ് മാഹാത്മ്യം കൂടുതലെന്നറിയാൻ ആഗ്രഹിച്ചു. മഹർഷിമാരെല്ലാവരും കൂടി ആലോചിച്ചത് എന്താണ്? ബ്രഹ്മാവിനാണോ മഹേശ്വരൻ അതാ പിതാവായ ബ്രഹ്മാവ് വിധാതാവ് ബ്രഹ്മാവിനാണോ അതോ ഭഗവാൻ നാരായണൻ മഹാവിഷ്ണുവിനാണോ അതോ പരമേശ്വരൻ കൈലാസപതിയായ പരമേശ്വരനാണോ ആർക്കാണ് മാഹാത്മ്യം കൂടുതലെന്നറിയാൻ അവരൊരു പരീക്ഷണം നടത്തി. ഇവരെല്ലാം പരമാത്മാവായ ഏകദൈവത്തിൻ്റെ പല അവസ്ഥകളെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളായിരിക്കുന്ന ഈ ത്രിമൂർത്തികളിൽ ആർക്കാണ് യഥാർത്ഥത്തിൽ നല്ല മാഹാത്മ്യം കൂടുതൽ ഏറിയിരിക്കുന്നതെന്ന് അറിയാൻ ഇവർ മഹർഷിമാരെല്ലാവരും കൂടെ ആലോചിച്ചിട്ട് അത് പരീക്ഷിക്കുന്നതിനായി ഭൃഗുമഹർഷിയെ അയച്ചു. ഭൃഗുമഹർഷി ആദ്യം ബ്രഹ്മലോകത്ത് ചെന്ന് പിതാവായ ബ്രഹ്മാവിൻ്റെ ഒപ്പം ഒന്നും പറയാതെ ചെന്നങ്ങിരുന്ന്. പിതാവല്ലേ ബ്രഹ്മാവ്. അപ്പോൾ ബ്രഹ്മസഭയിലെത്തി അത് സത്യലോകത്ത് ചെന്നിട്ട് ആദ്യമേ അവിടേക്കാണ് പോയത് ഭൃഗുമഹർഷി ബ്രഹ്മാവിൻ്റെ മാഹാത്മ്യം അറിയാൻ. അങ്ങനെ ഒന്നും പറയാതെ പിതാവിൻ്റെ ഒറ്റയ്ക്ക് ചെന്നങ്ങിരുന്നു. അത് കണ്ടപ്പോൾ പിതാവ് എന്ത് ചെയ്തു? ബ്രഹ്മാവ് കോപിച്ചു. ഒറ്റയ്ക്കൊപ്പം ഇരിക്കുമ്പോൾ ചില പിതാക്കന്മാർക്ക് ദേഷ്യം വരും. എന്നാൽ ചിലർക്കാണെങ്കിലോ മക്കളല്ലേ എന്ന് കരുതി മിണ്ടത്തുമില്ല. പക്ഷെ ഇവിടെ അദ്ദേഹം എന്താ ചെയ്തത്? ഭൃഗുമഹർഷിയോട് കോപിച്ചു. ഉടനെ തന്നെ അദ്ദേഹം എന്ത് ചെയ്ത്? ഭൃഗുമഹർഷി അപ്പം അദ്ദേഹത്തിൻ്റെ സ്വഭാവം മനസ്സിലായല്ലോ, കോപമാണെന്ന് ബ്രഹ്മാവിന്. ഉടനെ തന്നെ ഭൃഗുമഹർഷി കൈലാസത്തിലേക്ക് പോയി പരമശിവൻ്റെ അടുക്കലേക്ക് ചെന്നു. പരമേശ്വരൻ ആ സമയം പാർവതിയെ പുൽകാനായില്ല. അവർ സന്തോഷമായിട്ട് പാർവതിയും പരമേശ്വരനായിട്ട് ഇങ്ങനെ സല്ലപിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ വിഘ്നപ്പെടുത്തുന്ന രീതിയിൽ അവിടെ ഇദ്ദേഹം ചെന്നു ഭൃഗുമഹർഷി. അപ്പോൾ പാർവതിയെ പരമശിവന് പുൽകാനാകാത്തത് കൊണ്ട് ഭൃഗുവിനെ കണ്ട ശിവൻ കോപാവിഷ്ടനായി. അപ്പോൾ അവിടെയും എന്താ മാഹാത്മ്യം കണ്ടത്? പരമശിവന് കോപം. അപ്പം ബ്രഹ്മാവും കോപിച്ചു, ശിവനും കോപിച്ചു. ഉടനെ തന്നെ ഭൃഗു എവിടേക്ക് പോയി? വൈകുണ്ഠത്തിലേക്ക് പോയി. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അടുക്കലേക്ക് പോയി പാലാഴിയിൽ. അവിടെ ചെന്നു വിഷ്ണു ഭഗവാൻ എന്ത് ചെയ്തു? ആ സമയം ഉറങ്ങുകയായിരുന്നു. നല്ല ഉറക്കം. മുനി എന്ത് ചെയ്ത്?
ഉടനെ തന്നെ ഭഗവാൻ നാരായണൻ്റെ വക്ഷത്തിൽ ഒരു ചവിട്ട് കൊടുത്തു. ഉണരണ്ടേ? പെട്ടെന്ന് ഭഗവാൻ നാരായണൻ എഴുന്നേറ്റ് മുനിയെ മുമ്പിൽ കണ്ട് ക്ഷമാപണം നടത്തിക്കൊണ്ട് പറഞ്ഞു, മുനിയെ, അങ്ങയുടെ ആഗമനം, അതായത് വരവ് അറിയാതെ മയങ്ങിയ എൻ്റെ അവിവേകം ക്ഷമിക്കണമേ എന്ന് മുനിയോട് പറഞ്ഞു. കോപിച്ചില്ല. അങ്ങയുടെ ഈ പാദചിഹ്നം ഞാൻ ശ്രീവത്സ എന്ന മറുകായി എന്നും അണിഞ്ഞുകൊള്ളാം. അപ്പോൾ വക്ഷത്തിൽ ചവിട്ടിയപ്പോൾ അവിടെ ഒരു അടയാളമുണ്ട് പാദത്തിൻ്റെ. അതുകൊണ്ട് ഭഗവാൻ നാരായണൻ പെട്ടെന്ന് തന്നെ എൻ്റെ അവിവേകം പൊറുക്കണമേ, ഞാൻ അറിഞ്ഞില്ല അങ്ങ് വരുന്നത്, അതുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി, ഞാൻ അത് ക്ഷമിക്കണം. ഈ പാദചിഹ്നം, ഭൃഗുമഹർഷി ചവിട്ടിയ ചിഹ്നം, അടയാളം ഞാൻ ശ്രീവത്സ എന്ന മറുകായി എന്നും ഞാൻ അണിഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞ് മുനിയെ സൽക്കരിച്ചയച്ചു. അപ്പോൾ ഇവർ 3 പേരുടെയും ഗുണഗണങ്ങൾ അറിഞ്ഞു. അങ്ങനെ ഭൃഗു ചെയ്തതുപോലെ ചെയ്യാൻ എനിക്കും കഴിയുമെന്ന അവൻ്റെ ഭ്രമമാണ് ഭഗവാനെ ചവിട്ടാൻ കാൽ പൊക്കിയത്. ആരാ? ഈ കേശിയായ കുതിര. അപ്പോൾ ഇങ്ങനെ ഭഗവാനെ ചവിട്ടിയപ്പോൾ, ഭൃഗുമഹാമുനി ചവിട്ടിയപ്പോൾ ശ്രീവത്സ എന്ന മറുകായി ഞാൻ എന്നും അത് അണിഞ്ഞുകൊള്ളാമെന്നൊക്കെ പറഞ്ഞ അറിവ് ഈ കേശി അസുരന് അറിയാം. അതുകൊണ്ട് അവനും ഒന്ന് ചവിട്ടാമെന്ന് കരുതി കാണും. അതാണ് ഭൃഗുമഹർഷി ചെയ്തതുപോലെ ഭഗവാൻ നാരായണനെ, കൃഷ്ണനെ അങ്ങനെ കാലുകൊണ്ടൊന്ന് ചവിട്ടാമെന്ന് അദ്ദേഹം ഭ്രമം ആ കേശി എന്ന കുതിരയ്ക്ക്. അതുകൊണ്ടാണ് അവൻ കാൽ പൊക്കിയത്. മോഹം എന്നത് ഭ്രമമാണല്ലോ. അങ്ങനെ കാല് പൊക്കി എറിയാമെന്നുള്ള ആഗ്രഹം അതൊരു ഭ്രമമാണവൻ്റെ. അത് ഭ്രമം എന്നത് സത്യമാണ്, അവൻ്റെ ഭ്രമം തന്നെയാണ്. അല്ലെങ്കിൽ തന്നെ ഭൃഗുവിൻ്റെ സ്ഥാനമേത്? ഭൃഗുമഹാമുനി വെച്ചാൽ അത്രമാത്രം ജിതേന്ദ്രിയനായ, ജ്ഞാനിയായ, ഭക്തനായ ഒരു യോഗിയാണ്. അപ്പോൾ അസുരൻ്റെ സ്ഥാനമോ ഭൃഗുമഹാമുനിയുടെ ഒപ്പം വരുമോ? ഭൃഗു ഭക്തനായ, ജിതേന്ദ്രിയനായ, അതായത് ഇന്ദ്രിയങ്ങളെ മൊത്തം അടക്കി നിഗ്രഹിച്ച ഒരു ജ്ഞാനിയാണ്. യോഗി എന്ന് പറഞ്ഞാൽ ഭഗവാൻ നാരായണനോട്, ഭഗവാൻ പരമേശ്വരനോട് തന്നെ യോഗിയായിരിക്കുന്ന ഒരു ഭക്തനാണ്. അസുരനാണെങ്കിലോ ഈ കേശി ഭഗവാനെ കപടമായി വഞ്ചിച്ച് കൊല്ലാൻ വന്ന അധമനായ അവിവേകിയാണ്. അത് ഭഗവാൻ സഹിക്കുമോ? ഭഗവാൻ നാരായണൻ കൃഷ്ണൻ സഹിക്കുമോ ഈ ദുഷ്ടനെ? ഭക്തൻ എന്ത് ചെയ്താലും പറഞ്ഞാലും ഭഗവാൻ സഹിക്കും. ഒരു ഭക്തൻ അവിവേകം കാണിക്കത്തില്ലെന്ന് ഭഗവാൻ അറിയാം. എന്തായാലും ഒരു ഭക്തനാകണമെങ്കിൽ, ഒരു യോഗി ആകണമെങ്കിൽ അത്രത്തോളം വിനയവും താഴ്മയും എല്ലാം ഉള്ളതാണ് ഒരു ഭക്തൻ. അഥവാ ഒരു തെറ്റ് ചെയ്താലും അത് അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നെന്ന് ഭഗവാൻ അറിയാം. അറിഞ്ഞ് ഒരു ദോഷവും ഒരു ഭക്തൻ ചെയ്യുകയില്ല എന്ന് ഭഗവാൻ നല്ലവണ്ണം അറിയാം. എന്നാലേ ഒരു യോഗി ആവുകയുള്ളൂ. അതുകൊണ്ട് ഭക്തൻ എന്ത് ചെയ്താലും, അത് ഭൃഗുമഹാമുനി ചവിട്ടിയാലും എന്ത് പറഞ്ഞാലും ഭഗവാൻ സഹിക്കും. അതാണ് ഭൃഗുവിൻ്റെ പാദചിഹ്നം മറുകായി ഭഗവാൻ സ്വീകരിച്ചതുപോലും. അപ്പോൾ അവിടെ എന്താ? രണ്ടും രണ്ട് വ്യത്യാസമല്ലേ? ഈ അസുരന് വല്ലതും ചെയ്യാൻ ഭഗവാന് ചെയ്യാൻ പറ്റുമോ? വലിച്ചു കയറി ദൂരെ എറിയത്തില്ലേ? അതുപോലാണോ ഭൃഗുമഹാമുനി? യഥാർത്ഥ യോഗിയല്ലേ? ഇന്ദ്രിയങ്ങളെ മൊത്തം അടക്കിയൊരു ജ്ഞാനിയല്ലേ? അതുകൊണ്ട് ഭഗവാൻ ഭൃഗുമഹാമുനി ചവിട്ടിയതായാലും എന്തുവല്ല, അത് ആ ചിഹ്നം ഭഗവാൻ അത് മറുകായി, ശ്രീവത്സ എന്ന മറുകായി തന്നെ അത് ഞാൻ അണിഞ്ഞുകൊള്ളാമെന്നാണ് ഭഗവാൻ പറഞ്ഞത്. അതാണ് ഒരു ഭക്തനോട് കാണിക്കുന്ന ഭഗവാന്റെ കൃപ. അത് കണ്ടും കൊണ്ട് അഹങ്കരിച്ചാൽ എന്ത് വരും? ഈ അസുരന്മാർ, നമ്മളത് മനസ്സിലാക്കണം. ഒരു ഭക്തൻ ചെയ്യുന്നത് പോലെ ഒരു അസുര സ്വഭാവമുള്ളൊരു മനുഷ്യൻ ചെയ്താൽ ഭഗവാൻ സഹിക്കത്തില്ല. അത് അപ്പോഴപ്പോഴന്നെ അതിൻ്റെ കുറ്റത്തിന് അതിൻ്റെ ശിക്ഷയും കൊടുക്കും. അതാണ് ഭഗവാൻ നാരായണൻ. അത് നമുക്കും ഒരു പാഠമായത്. ഒരു ഭക്തന് ഭഗവാനോട് അത്രമാത്രം സ്നേഹവും വിനയവും ഒക്കെ ഉണ്ട്. അഥവാ ഒരു തെറ്റ് ആരോടെങ്കിലും ചെയ്താലും അത് അറിവില്ലായ്മയാണെന്ന് ഭഗവാൻ അത് ക്ഷമിക്കും. അതുപോലെ തന്നെ അത് അറിവില്ലായ്മയാണ് ചെയ്തതെന്ന് ആ ഭക്തൻ മനസ്സിലാക്കിയാലോ ഉടനെ ക്ഷമാപണവും ചോദിക്കും. അതാണ് ഭക്തനും ഭഗവാനും ഒരുപോലുള്ള മനസ്സാണ്. എന്നാലേ ഒരു യോഗി ആവാൻ പറ്റുകയുള്ളൂ. അത് കണ്ടുകൊണ്ട് ഒരസുരന്മാരും കൊതിക്കണ്ട. അസുരന്മാരുടെ സ്വഭാവം ഭഗവാൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെടത്തില്ല. അവൻ എന്ത് തെറ്റ് ചെയ്താലും അത് അപ്പോഴത്തന്നെ അത് ചോദിക്കും. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അടുത്ത ശ്ലോകം വായിക്കുമ്പോൾ അത് മനസ്സിലാവും. ശ്ലോകം 4. പ്രവഞ്ചയന്നസ്യ ഖുരാഞ്ചലം ദ്രാക് അമും ച ശിക്ഷേപിത ദൂരദൂരം സമൂർച്ഛിതോപി ഹ്യതി മൂർച്ഛിതേന ക്രോധോഷ്മണാഘാതിതും ആദൃതസ്ത്വാം. ഈ മൂർച്ഛിതോ എന്നുള്ള ആദ്യത്തെ മൂർച്ഛിതം എന്ന് വെച്ചാൽ ഇവനെ വലിച്ചു കയറി ദൂരെ എറിഞ്ഞ്, എന്നുവെച്ചാൽ കാലെ പിടിച്ച് ദൂരെ എറിഞ്ഞ്, അപ്പോൾ അവൻ ബോധം കെട്ട് വിടേണ്ട മൂർച്ഛിതമാണ് ഇത്. ഹ്യതി മൂർച്ഛിതം എന്ന് വെച്ചാൽ അവൻ വീണ്ടും അവിടെ നിന്ന് എണീറ്റ്
അതികഠിനമായ രൂക്ഷമായ കോപത്തോടെ തന്നെ വീണ്ടും ഭഗവാന്റെ അടുക്കിലേക്ക് വന്നു. അതാണ് ഇവിടുത്തെ മൂർച്ഛിത. ഇത് രണ്ടും രണ്ട് സ്ഥാനത്ത് വരുന്ന മൂർച്ഛിതമാണ്. രണ്ടും ഒരേ അർത്ഥത്തിലല്ല. ഇതവൻ അവിടുന്ന് വീണ്ടും അതിഭയങ്കരമായ മൂർച്ഛിതമായ ദേഷ്യത്തോട് വരുന്നതാണ് ഇത് അവൻ ബോധം കെട്ട് വീണതാണ്. പ്രപഞ്ചയൻ അസ്യ ഘുരാഞ്ജലം ദ്രാക് അമും ച ശിക്ഷേപിത ദൂരം സമൂർച്ഛിതോപി ഹ്യതിമൂർച്ഛിതേന ക്രോധോഷ്മണ ഖാദിതും ആദ്രുതസ്ത്വാം. ഇവിടെ ഭഗവാൻ എന്താ ചെയ്തത്? ഭട്ടതിരിപ്പാട് പറയുന്നു, ഭഗവാനേ ഗുരുവായൂരപ്പ, അങ്ങ് നാരായണൻ ഭഗവാനെ ഇങ്ങനെ മറ്റവൻ ഈ കേശി എന്ന് പറയുന്ന അസുരൻ ചവിട്ടാനായി കാൽ പൊക്കിക്കൊണ്ട് വന്ന ആ അസുരൻ്റെ ചവിട്ടേൽക്കാതെ ഭഗവാൻ ഒഴിഞ്ഞു മാറുകയും ഒപ്പം അവനെ അവൻ്റെ കാലിൽ പിടിച്ച് വളരെ ദൂരത്തേക്ക് എറിയുകയും ചെയ്തു. ആ ദുഷ്ടനെ ആ ഏറിൽ അവൻ മോഹാലസ്യപ്പെട്ട് പോയി. കാരണം ആദ്യത്തെ ആ മൂർച്ഛിതോ എന്ന് പറഞ്ഞ് അവൻ മോഹാലസ്യപ്പെട്ട് വീണു. എങ്കിലും പെട്ടെന്ന് തന്നെ അവൻ എഴുന്നേറ്റ് ക്രോധ താമ്രാക്ഷനായി അവൻ വീണ്ടും തിരിച്ച് ഭഗവാനടുക്കിലേക്ക് രൂക്ഷമായി അത്രത്തോളം മൂർച്ഛിച്ച ക്രോധത്തോട് തന്നെ തിരിച്ച് അവൻ വീണ്ടും കടിച്ച് ചീന്താനായി തന്നെ പാഞ്ഞ് ഭഗവാനടുത്തേക്ക് വന്നു. അപ്പോൾ ആദ്യവൻ വലിച്ചെറിഞ്ഞപ്പോൾ അവൻ ബോധം കെട്ട് വീണു. അവിടുന്ന് താടി എണീറ്റ് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇരട്ടി ദേഷ്യത്തോടു കൂടി തന്നെ അവൻ അവിടെ ഭഗവാനടുത്തേക്ക് ചീറിപ്പാഞ്ഞു വന്നു, കടിച്ച് ചീന്താനായി തന്നെ വന്നു. ഇവിടെ ഭഗവാനും കേശിയും ഒരുപോലെ വെല്ലെന്നായി രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമായി തന്നെ നിന്നു. ഭഗവാനെ കൊന്നേ ഞാൻ അടങ്ങൂ എന്ന് കേശി, ആ ദുഷ്ടനായ ആ കുതിര ആകുന്ന കേശി കൃഷ്ണനെ കൊന്നേ അടങ്ങൂ എന്ന് അവൻ്റെ വാശി. എന്നാൽ ഭഗവാനോ അവനെ ഇനി വിടില്ല എന്ന് ഭഗവാന് നിശ്ചയിച്ച് പോര് അതിഗംഭീരമായി. അപ്പോൾ രണ്ടുപേരും മെല്ലെന്നും പറഞ്ഞ് നിൽക്കുക, ഒന്നിനൊന്ന് മെച്ചമായി. കേശിയാണെങ്കിൽ ഭഗവാനെ കൊല്ലണമെന്നും ഭഗവാനാണെങ്കിലോ അവനെ വിടത്തില്ല എന്നുള്ള നിശ്ചയത്തിലും അവർ ഭയങ്കര ഗംഭീര പോര് നടക്കുക. നമുക്ക് അടുത്ത പ്രാവശ്യം ബാക്കി വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.